Hi everyone, we are back with another session. So in this video we have to discuss certain topics that related to ethical issues. So let's have a discussion on the topics like multinational corporations, ethical issues that related to multinational corporations, then environmental ethics, the relation between environment and an engineer, then computer ethics, the guidelines while using computer technologies. The last topic is weapon development. Let's see one by one. So our first topic is MNCs. MNCs means multinational corporations. So it's an enterprise operating in more than one country and managed from the home country. So multinational corporations are enterprises or organizations which are operating in more than one country and managed from the home country. So this company that gets a quarter of its revenue from operations outside its home country is usually considered as MNCs. അപ്പോൾ നമ്മൾ MNC എന്ന് പറഞ്ഞ് കൺസിഡർ ചെയ്യുന്നത് ഓർഗനൈസേഷൻ അല്ല എൻ്റർപ്രൈസ്. എങ്ങനെയുള്ള എൻ്റർപ്രൈസസിനെയാണ്? വിച്ച് ഇസ് ഓപ്പറേറ്റിംഗ് ഇൻ മോർ ദാൻ വൺ കൺട്രി. ഒന്നിൽ കൂടുതൽ കൺട്രിയിൽ അത് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടാവും. ആൻഡ് ഇറ്റ്സ് ഓൾ ഓപ്പറേഷൻസ് ഗെറ്റ് മാനേജ്ഡ് ഫ്രം ദ ഹോം കൺട്രി. ഹോം കൺട്രിയിൽ നിന്നായിരിക്കും അതിൻ്റെ ഓപ്പറേഷൻസ് ഒക്കെ എന്ത് ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നത്. അതുപോലെയുള്ള എൻ്റർപ്രൈസസിനെ അല്ലെ ഓർഗനൈസേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, MNCs ഓർ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് എന്ന് പറയുന്നത്. യൂഷ്വലി ഈ MNCs അധികം ഉണ്ടാവുന്നത് ഇൻ ഡെവലപ്പിംഗ് കൺട്രീസിലായിരിക്കും. സോ MNCs are controlled by developed countries and these MNCs are mostly in developing countries. അപ്പോൾ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഏതാ, ഡെവലപ്പിംഗ് കൺട്രിയാണ്. അപ്പോൾ ഡെവലപ്ഡ് കൺട്രീസിലുള്ള ഓർഗനൈസേഷൻസും എൻ്റർപ്രൈസസും എന്ത് ചെയ്യും, ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെ അകത്ത് ഇതുപോലെയുള്ള MNCs ഒക്കെ ഫോം ചെയ്യുന്നുണ്ടാവും. So what are the advantages of these MNCs? So there will be two countries, that is one host country then home country. അല്ലേ, രണ്ട് കൺട്രീസ് ഉണ്ടാവില്ലേ ഒരു MNC എന്ന് പറയുമ്പോൾ? നമുക്ക് രണ്ട് കൺട്രീസിനെ കൺസിഡർ ചെയ്യാൻ പറ്റുമായിരിക്കും, അല്ലെ രണ്ട് ആസ്പെക്ട്സിൽ ഇതിനെ നോക്കി കാണാൻ പറ്റും. ദ ഫസ്റ്റ് വൺ ഈസ് ഹോം കൺട്രി ഫ്രം വിച്ച് ദ ഓപ്പറേഷൻസ് ആർ കൺട്രോൾഡ്. ഓപ്പറേഷൻസ് കൺട്രോൾ ചെയ്യുന്ന ഒരു ഹോം കൺട്രി ഉണ്ട്, ഒരു ഹോസ്റ്റ് കൺട്രി ഉണ്ടാവും. ഈ MNCs എവിടെയാണോ ഓപ്പറേറ്റ് ചെയ്യുന്നത് അതാണ് ഹോസ്റ്റ് കൺട്രി എന്ന് പറയുന്നത്. So there will be advantages for both these aspects. So first we can see the advantages of MNCs, that is the advantages for home country. The first one, they will get cheap resources, then cheap labors. അല്ലെ, ചീപ്പ് റിസോഴ്സസ് ഉണ്ടാവും, ചീപ്പ് ലേബേഴ്സ് ഉണ്ടാവും. കാരണം എന്താ, അവർ ഡെവലപ്പിംഗ് കൺട്രീസിലാണ് ഈ MNCs ഒക്കെ വരുന്നത്. സോ ദേ വിൽ ഗെറ്റ് റിസോഴ്സസ് അറ്റ് എ ചീപ്പ് റേറ്റ്, ദേ വിൽ ഗെറ്റ് പ്ലൻറ്റി ഓഫ് ലേബേഴ്സ്, അല്ല ഒരുപാട് ലേബേഴ്സിനെ അവർക്ക് കിട്ടും. സോ ചീപ്പ് റിസോഴ്സസ് ആൻഡ് ചീപ്പ് ലേബർ. ദെൻ ദർ വിൽ ബി ഫേവറബിൾ ടാക്സ് അഡ്വാൻറ്റേജസ്. ടാക്സിൻ്റെ അഡ്വാൻറ്റേജസും ഉണ്ടാവും ഇവിടെ ഡെവലപ്പിംഗ് കൺട്രീസിൽ ഇവർ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത്. ദെൻ മിഡിൽ ക്ലാസ് വിത്ത് പേർച്ചേസ് പവർ, അല്ലേ, മിഡിൽ ക്ലാസ് പോലത്തെ ആൾക്കാർ എന്തായിരിക്കും, ഇങ്ങനത്തെ കാര്യങ്ങളോട് കൂടുതൽ അഡിക്റ്റഡ് ആയിരിക്കും. അല്ലെങ്കിൽ അവർ കുറച്ചും കൂടി ഈ പ്രോഡക്റ്റുകളും ഈ MNCsനോടും ഒക്കെ എന്തായിരിക്കും, അഡിക്റ്റഡ് ആയിരിക്കും. അല്ലെങ്കിൽ കുറച്ചും കൂടെ പേർച്ചേസ് പവർ നമുക്ക് ഏതല്ലോ ഈ മിഡിൽ ക്ലാസിൻ്റെ ഇടയിൽ കിട്ടും. സോ ഓൾ ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് MNCs ഫോർ ഹോം കൺട്രി. ഹോം കൺട്രീസിന് വരുന്ന അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ദെൻ വി ക്യാൻ സീ ദ അഡ്വാൻറ്റേജസ് ഫോർ ഹോസ്റ്റ് കൺട്രി. സോ ഹോസ്റ്റ് കൺട്രി വിൽ ഗെറ്റ് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവും. ദേ വിൽ ഗെറ്റ് ഫ്രഷ് ജോബ്സ്, ഹയർ പേ പാക്കേജസ്, ബെറ്റർ സർവീസസ്. ദെൻ ദർ വിൽ ബി ട്രാൻസ്ഫർ ഓഫ് സ്കിൽസ് ആൻഡ് ടെക്നോളജി. അതായത് ഹോസ്റ്റ് കൺട്രിക്ക് വരുമ്പോൾ എന്തൊക്കെയാണ്, എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവും, അല്ലേ. നമ്മൾ കുറേയും കൂടി എന്തായിരിക്കും, വലിയ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും MNCs എന്ന് വരുമ്പോൾ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അവിടെ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവും. ദർ വിൽ ബി ഫ്രഷ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ഹയർ പേ പാക്കേജസ്, ബെറ്റർ സർവീസസ്. കാരണം എന്തായിരിക്കും, എങ്ങനെയായിരിക്കും ബെറ്റർ സർവീസസ് ഉണ്ടാകുന്നത്, ന്യൂ ടെക്നോളജീസ്, ന്യൂ ഇന്നോവേഷൻസ്, better resources, so there will be better services. Then last one, transfer of skills and technologies.
So all these are the advantages from these MNCs to our host countries-നുണ്ടാകുന്ന advantages എന്ന് പറയുന്നത് ഇത്രയാണ്. But at the same time there will be certain ethical issues or problems that related to MNCs. ഈ MNCs ഇതുപോലെയുള്ള അഡ്വാൻറ്റേജസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും there will be chance of moral issues or there will be ethical issues that are related to these MNCs-ഉമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന കുറേ എത്തിക്കൽ ഇഷ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ മോറൽ ഇഷ്യൂസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. So next we have to discuss the ethical issues that related to such MNCs. So the first problem is the MNCs will start to control our local government. The one of the main issue that related to this kind of MNCs are they will start to control local governments. Then they will change our national policies according to their advantages. There will be chances that media will be owned by or depend heavily on MNCs. The most important problem that related to MNCs are it will adversely affect our small scale industries, because these small scale industries can't match the quality, pricing or marketing of such MNCs. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസും ലേബർ പവറൊക്കെ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ആയിരിക്കും. സോ ദേ വിൽ നെവർ ഹാവ് ദ ഓപ്പർച്യൂണിറ്റി ടു മീറ്റ് ദ ക്വാളിറ്റി, പ്രൈസിങ് ഓർ മാർക്കറ്റിംഗ് ഓഫ് MNCs. MNCsയുടെ ഒരു ക്വാളിറ്റിയോ പ്രൈസിങ്ങോ മാർക്കറ്റിംഗോ ഒന്നും മീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവർക്ക് എന്തായാലും ഉണ്ടാവില്ല. ബിക്കോസ് ദേ ആർ ഫിനാൻഷ്യലി വീക്ക്. അവർ ഫിനാൻഷ്യലിയും വീക്കായിരിക്കും. അപ്പോൾ അവർക്ക് അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയേ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അതിനുള്ളൊരു കപ്പാസിറ്റിയേ ഉണ്ടാവില്ല. സോ ഇൻ സച്ച് കേസസ് these MNCs will adversely affect our traditional small scale industries. നമ്മുടെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാരയായിട്ടാണ് ആര് വരിക, MNCs വരിക. So there will be no job security. Other major issue that related to MNCs are job security issues ആണ്. അതായത് അവർക്ക് എന്തുണ്ട്, ഒരു ജോബ് സെക്യൂരിറ്റി ഉണ്ടാവില്ല. ഇപ്പോൾ IT ഇൻഡസ്ട്രീസ് ആണെങ്കിൽ നമ്മൾ പറയുന്നത് ഒരിക്കലും ജോബ് സെക്യൂരിറ്റി ഉണ്ടാവുന്നില്ല. നമ്മുടെ ഒരു ഗവൺമെൻറ് ജോബിന് ഉണ്ടാവുന്നത് പോലെയുള്ള ഒരു സെക്യൂരിറ്റിയും കാര്യങ്ങളൊന്നും ഏതിലുണ്ടാവില്ല, MNCs-ലുണ്ടാവില്ല. സോ another issue that is no job security. Then another issue, large scale migration to cities, scarcity of natural resources, urban poverty, then slums. In the down ഈ MNCs എന്ന് പറയുന്നത് they will provide certain advantages or better services. So there will be large scale migration of people from rural areas to cities, and this migration will causes the exploitation of the resources, and there will be chance of scarcity of natural resources, and these will results urban poverty. Ultimate, it will produce slums in our city or town or urban areas. So all these are the issues that related to MNCs. Next topic is environmental ethics. So it's a branch of ethics which deals with the relationship between humans and the environment, including other form of life. അപ്പോൾ എൻവിറോൺമെൻറ്റൽ എത്തിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്തിക്സിൻ്റെ തന്നെ ഒരു ബ്രാഞ്ചാണ്. ഇവിടെ നമ്മൾ എന്തായിരിക്കും ഡീൽ ചെയ്യുന്നത്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹ്യൂമൻസ് ആൻഡ് അതർ ഫോം ഓഫ് ലൈഫ് ദാറ്റ് ഇൻക്ലൂഡ് ഇൻ എൻവിറോൺമെൻറ്റ്. എൻവിറോൺമെൻറ്റിൻ്റെ അകത്തുള്ള അതർ ഫോം ഓഫ് ലൈഫിനെയും ഹ്യൂമൻസിനെയും അവരുടെ റിലേഷൻഷിപ്പിനെയും ഡീൽ ചെയ്യുന്ന എത്തിക്സിൻ്റെ ബ്രാഞ്ചാണ് ഏത്, എൻവിറോൺമെൻറ്റൽ എത്തിക്സ് എന്ന് പറയുന്നത്. സോ വി നോ ദാറ്റ് ദർ വിൽ ബി problems or issues that related to environmental ethics. So we can just see what are the issues that related to environmental ethics. So the first issue is utilization of natural resources. So we all know that we have plenty of natural resources, and these resources are for our future also, അല്ലേ, നമ്മുടെ ഫ്യൂച്ചറിനും കൂടി ഉള്ളതാണ് ഈ റിസോഴ്സസ് എന്ന് പറയുന്നത്. സോ വി ഹാവ് ടു യൂസ് ദീസ് റിസോഴ്സസ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് വിൽ നോട്ട് ഗെറ്റ് എക്സ്പ്ലോയിറ്റഡ്.
അത് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, യൂസ് ചെയ്യാൻ പാടില്ല അല്ലേ. നമ്മൾ എപ്പോഴും ഇത് ഫ്യൂച്ചറിനും കൂടി ആവശ്യമാണ് എന്നുള്ളൊരു ബോധ്യത്തോടു കൂടി മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നമ്മുടെ നാച്ചുറൽ റിസോഴ്സസുകൾ യൂട്ടിലൈസ് ചെയ്യാൻ പാടുള്ളൂ. സോ വി ഹാവ് ടു എൻഷുർ ദ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ദി റിസോഴ്സസ് വിത്തൗട്ട് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഇല്ലാതെ ഒരു ഒപ്റ്റിമം യൂസസ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, എൻഷുർ ചെയ്തിരിക്കണം. അപ്പോൾ ആദ്യം ഉണ്ടാകുന്ന ഇഷ്യൂ അല്ലെ, ഒരു ഫസ്റ്റ് ഇഷ്യൂ ദാറ്റ് റിലേറ്റഡ് ടു എൻവിറോൺമെൻറ്റൽ എത്തിക്സ് ഈസ് ദ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് റിസോഴ്സസ്. ദ നെക്സ്റ്റ് ഇഷ്യൂ ഈസ് ഡിസ്ട്രക്ഷൻ ഓഫ് ഫോറസ്റ്റ് അല്ലേ, ഡിഫോറസ്റ്റേഷൻ, അതൊരു അടുത്ത ഇഷ്യൂ ആണ്. ആൻഡ് ദീസ് ഡിഫോറസ്റ്റേഷൻ ഈസ് ലീഡ്സ് ടു global warming, ozone depletion or other kind of environmental hazards അല്ലേ. അതുപോലെയുള്ള എൻവിറോൺമെൻറ്റൽ ഹസാർഡ്സിന് കാരണമായി തീരുന്നുണ്ട് ഇത് ദി ഡിഫോറസ്റ്റേഷൻ ഓഫ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് ഇഷ്യൂ ദാറ്റ് റിലേറ്റഡ് ടു എൻവിറോൺമെൻറ്റ് ഈസ് പൊല്യൂഷൻ, ദെൻ അവർ ഹാംഫുൾ ആക്ടിവിറ്റീസ് ടുവേർഡ്സ് ആനിമൽസ് ആൻഡ് അതർ ലൈഫ് ഓഫ് എൻവിറോൺമെൻറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന ഇഷ്യൂസ് ദാറ്റ് റിലേറ്റഡ് ടു എൻവിറോൺമെൻറ്റൽ എത്തിക്സ്. സോ ആസ് എൻ എൻജിനീയർ വി ഹാവ് സർട്ടൻ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് അവർ എൻവിറോൺമെൻറ്റ് ആൻഡ് അവർ സൊസൈറ്റി. So there will be certain relationship between environmental ethics and an engineer. So the prime concern for an engineer is health and public safety. ഒരു എൻജിനീയർ എന്ന നിലയിൽ നമ്മുടെ പ്രൈം കൺസേൺ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, ഹെൽത്ത് ആൻഡ് പബ്ലിക് സേഫ്റ്റി ആയിരിക്കണം നമ്മുടെ പ്രൈം കൺസേൺ എന്ന് പറയുന്നത്. ആൻഡ് വി ഹാവ് ടു ഡെവലപ്പ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് അവയർനെസ് about environmental sustainability and related issues among our people. നമ്മുടെ ഒരു എൻജിനീയർ എന്നുള്ള നിലയിൽ ഇത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. വി ഹാവ് ടു ഡെവലപ്പ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് അവയർനെസ് അബൌട്ട് എൻവിറോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി ആൻഡ് റിലേറ്റഡ് ഇഷ്യൂസ് എമംഗ് അവർ പീപ്പിൾ. നമ്മുടെ ജനങ്ങൾക്കിടയിൽ ഇതിനെപ്പറ്റിയുള്ള എൻവിറോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റിയെ പറ്റിയും എൻവിറോൺമെൻറ്റൽ ഇഷ്യൂസും എൻവിറോൺമെൻറ്റൽ എത്തിക്സിനെ പറ്റിയൊക്കെയുള്ള ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ആസ് ആൻ എൻജിനീയർ ഇറ്റ്സ് അവർ ഡ്യൂട്ടി, നമ്മുടെ ഡ്യൂട്ടിയാണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വി ഹാവ് ടു ഇൻറ്റഗ്രേറ്റ് എൻവിറോൺമെൻറ്റൽ പ്ലാനിങ് ആൻഡ് മാനേജ്മെൻറ്റ് ഇൻ ടു ദ പ്രോജക്റ്റ്. വി ഹാവ് ടു ഇൻകോർപ്പറേറ്റ് എൻവിറോൺമെൻറ്റൽ പ്ലാനിങ്, എൻവിറോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി ആൻഡ് ഇറ്റ്സ് മാനേജ്മെൻറ്റ് ഇൻ ടു അവർ പ്രോജക്റ്റ്. നമ്മുടെ പ്രോജക്റ്റുകളിൽ ഒരു എൻജിനീയർ ഉണ്ടാക്കുന്ന പ്രോജക്റ്റുകളിൽ അല്ലെങ്കിൽ പ്രപ്പോസ്ഡ് പ്ലാനുകളിൽ നമുക്ക് എന്തും കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്യണം, എൻവിറോൺമെൻറ്റൽ പ്ലാനിങ്, സസ്റ്റൈനബിലിറ്റി ആൻഡ് ഇറ്റ്സ് മാനേജ്മെൻറ്റ്. ഈ ഒരു ആസ്പെക്ട്സ് കൂടെ കൺസിഡർ ചെയ്തിട്ടായിരിക്കണം വി ഹാവ് ടു ഡെവലപ്പ് അവർ പ്രോജക്റ്റുകൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. ദെൻ വി ഹാവ് ടു അപ്ലൈ പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റ് ഇൻ മാറ്റർ concerning environment. So we have to take decisions on the basis of environmental ethics. അല്ലേ, ഒരു എൻവിറോൺമെൻറ്റൽ ആസ്പെക്ട്സ് കൂടെ കൺസിഡർ ചെയ്തിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, വി ഹാവ് ടു അപ്ലൈ അവർ പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റ് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. സോ ദീസ് ആർ സർട്ടൻ തിങ്സ് ദാറ്റ് വി ഹാവ് ടു കൺസിഡർ ആസ് ആൻ എൻജിനീയർ ടുവേർഡ്സ് അവർ എൻവിറോൺമെൻറ്റിലേക്ക് ഒരു എൻജിനീയർ എന്നുള്ള രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. So the next topic is computer ethics. So it's another branch of ethics, that is branch of applied ethics that deals with ethical and moral issues related to computer technology. So these computer ethics that will provide certain guidelines for using computer technology. അപ്പോൾ കമ്പ്യൂട്ടർ ടെക്നോളജി യൂസ് ചെയ്യുന്നതിനുള്ള certain guidelines പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ കമ്പ്യൂട്ടർ എത്തിക്സ് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് അപ്ലൈഡ് എത്തിക്സിൻ്റെ തന്നെ ഒരു ബ്രാഞ്ചാണ്. ആൻഡ് ദാറ്റ് ഡീൽസ് വിത്ത് എത്തിക്കൽ ആൻഡ് മോറൽ ഇഷ്യൂസ് റിലേറ്റഡ് ടു കമ്പ്യൂട്ടർ ടെക്നോളജിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന എത്തിക്കൽ ആൻഡ് മോറൽ ഇഷ്യൂസാണ് ദീസ് കമ്പ്യൂട്ടർ എത്തിക്സ് എന്ന് പറയുന്ന ബ്രാഞ്ച് ഡീൽ ചെയ്യുന്നത്. So it makes appropriate ethical guidelines to make use of computer technology effectively. So it will provide certain guidelines for the proper and effective use of computer technology. Computer technology proper and effective users-ന് certain guidelines are provide ചെയ്യുന്നുണ്ട്, computer ethics provide ചെയ്യുന്നുണ്ട്. So let's see what are the ethical issues that are related to this computer technology. So the first one is use of computers for unethical purposes like hacking, privacy and copyright violations.
ഇപ്പോൾ ഫസ്റ്റ് എത്തിക്കൽ ഇഷ്യൂ ദാറ്റ് റിലേറ്റഡ് ടു ദീസ് കമ്പ്യൂട്ടർ ടെക്നോളജീസ് ഹാക്കിംഗ്, പ്രൈവസി ആൻഡ് കോപ്പിറൈറ്റ് വയലേഷൻസ്. അല്ലേ, കമ്പ്യൂട്ടർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫർമേഷൻസിന് വി നീഡ് പ്രൈവസി. സോ unethical purposes like hacking, privacy and copyright violations can be considered as an ethical issue. ഇപ്പോൾ കമ്പ്യൂട്ടറായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു മെയിൻ എത്തിക്കൽ ഇഷ്യൂ ആണ് ദ പ്രൈവസി ആൻഡ് കോപ്പിറൈറ്റ് വയലേഷൻസ്, ദെൻ ഹാക്കിംഗ്. So all these things are considered under unethical activities. The next is the possible job loss due to computerization. So there will be chance of low job loss due to computerization. It can also be considered as an ethical issue. The next is the environmental damage that arises due to improper disposal of computer and computer parts. So another ethical issue that's related to this computer technology is the pollution that caused by this e-waste. അല്ലേ, ഇതിനെയൊക്കെ നമ്മൾ വേസ്റ്റിൻ്റെ കാറ്റഗറിയിലായിരിക്കും വരുന്നുണ്ടാവുക. ഇംപ്രോപ്പർ ഡിസ്പോസൽ ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് ഇറ്റ്സ് കമ്പ്യൂട്ടർ പാർട്സ്. So all these things will causes major damages to our environment. So the environmental damage that caused by improper disposal of computer and computer parts can also be considered as an ethical issue. So all these are the ethical issues that related to computer technology. So there will be certain commandments for this computer ethics. That is, we never use a computer to harm other people, and we never interfere with other people's computer work. Don't snoop around in other people's computer files. Don't use a computer to steal anything. Never use others' intellectual output. So there will be different commandments of computer ethics, that is certain guidelines that provide proper and effective use of computer technology, and all those commandments are mentioned in your note that is already given to you. So please check. So the next topic is weapons development. Usually the weapons are mainly used for war purposes. So we all know that while considering an engineer and our professional ethics or our morals, values, etc., an engineer may not support making something which results in the killing of people. അതായത് ഇതുപോലെയുള്ള വാറ് പോലത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെപ്പൺ ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ എത്തിക്കൽ പ്രിൻസിപ്പിൾസിന് എതിരാണ്. സോ എൻ എൻജിനീയർ മെ നോട്ട് സപ്പോർട്ട് മേക്കിംഗ് സംതിങ് വിച്ച് റിസൾട്ട്സ് ഇൻ ദ കില്ലിംഗ് ഓഫ് പീപ്പിൾ. ആൾക്കാരെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് ടെക്നോളജീസ് യൂസ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ എത്തിക്സിന് എതിരാണ്. ബട്ട് വി ക്യാൻ ജസ്റ്റിഫൈ this kind of activities in such a way that if the weapons are developed for the safety of the nation and its people, if we are developing weapons for the safety of nation and its people, then we can justify that weapons development is not under ethical issues. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെ ജസ്റ്റിഫൈ ചെയ്യാം. ഇഫ് വി ആർ ഡെവലപ്പിംഗ് വെപ്പൺസ് ഫോർ ദ സേഫ്റ്റി ഓഫ് അവർ നാഷൻ, ഒരു നാഷൻ്റെ സേഫ്റ്റിക്കാണ് നമ്മൾ വെപ്പൺസ് ഡെവലപ്പ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാം നമ്മൾ ചെയ്യുന്നത് ഒരു എത്തിക്സിന് എതിരായിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളത്. സോ ഇൻ ദിസ് വീഡിയോ വി ഡിസ്കസ്ഡ് MNCs, that is multinational corporations, the advantages that related to these MNCs for host country and home country, then the ethical issues that related to such MNCs, then environmental ethics, the relationship between engineer and an environment, then computer ethics, guidelines while using computer technology. The last one is weapon development. So it's all about this video. Thank you for watching. Thank you.